അവസ്ഥ എന്ന് വെച്ചാൽ ഞാൻ ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരുടെ ആക്ഷൻ കോഴ്സിലെ കൺവീനറും കൂടിയാണ്. ആ സ്കൂൾ PTA കമ്മിറ്റി അംഗം കൂടിയാണ്. ഞങ്ങളുടെ മക്കൾ ഇന്ന് അവിടെ വെള്ളർമല സ്കൂളിൽ അവിടെയാണ്. അവിടെ പഠിക്കാൻ ഉള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് മേപ്പാടിയാണ്. രക്ഷിതാക്കളെല്ലാം ചൂരൽമലയിലാണ് കുടുങ്ങിയിരിക്കുന്നത്. അവരെ ഇന്ന് ക്യാമ്പുകളിൽ താമസിക്കുന്നത്. രക്ഷിതാക്കൾ ഇന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് അറിയാലോ, അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇപ്പോൾ 1960 എൻ്റെ നാട് ഈ ഒരു ഡിസാസ്റ്റർ പ്രോൺ ഏരിയയാണിത്. വെള്ളരിമല എന്ന് പറയുമ്പോൾ ദുരന്ത സാധ്യതാ പ്രദേശമാണ്. ഞങ്ങൾ എത്രയോ തവണയായി ഗവൺമെൻറ്റിനോട്, സർക്കാരിനോട്, അധികാരികളോട് പറയുന്നത് കൃത്യമായിട്ടുള്ള പഠനം നടത്തണം. അപകട സാധ്യതയുള്ള പ്രദേശങ്ങളെ മാർക്ക് ചെയ്യണം. അവിടെ നിന്ന് ആളുകളെ മാറ്റി താമസിക്കുമ്പോൾ അപകടത്തിന് മുൻകരുതൽ എടുക്കണമെന്ന്. ഒരു ഏർലി വാർണിംഗ് സിസ്റ്റം ഇവിടെ സ്ഥാപിക്കുവാൻ വേണ്ടി അമൃതാനന്ദമയി മഠം വന്നപ്പോൾ പോലും അതിനുള്ള അനുമതി കൊടുത്തിട്ടില്ല ഗവൺമെൻറ്. ഒരു മുൻകൂട്ടി അനുമതി ഇല്ലെങ്കിൽ ഇതിന് മുൻകൂർ ഏർലി വാർണിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു, ഒരു വാർണിംഗ് കിട്ടാൻ മുൻകൂറായിട്ട്. ആ സിസ്റ്റത്തിന് പോലും അനുമതി കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെയുള്ള ആളുകൾ മരണപ്പെട്ടു പോയിക്കോട്ടെ എന്നുള്ളൊരു അവസ്ഥയാണ്. സങ്കടകരമാണ്. 1960 ഉരുൾപൊട്ടലുണ്ടായി ചെമ്പ്രമലയിൽ. 84 മുണ്ടക്കയിൽ തന്നെ കരുവറ്റ എസ്റ്റേറ്റിൽ 24 പേരോളം പോയി. 20 പൊട്ടി, 19 പൊട്ടി.